ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡിസ്ക് അതൊക്കെയാണ്, ഡിസ്ക് പ്ലേറ്റുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പുത്തൻ സാധനങ്ങളാണ് കേട്ടോ, ഇത് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ്, കാരണം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വൈസർ ഗ്ലാസ്സുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്, കണ്ടില്ലേ, കണ്ടോ, നമ്മുടെ വണ്ടികളുടെയും സ്കൂട്ടറിന്റെയും ബൈക്കിന്റെ വൈസർ ഗ്ലാസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഓക്കെ, എല്ലാ വണ്ടികളുടെയും സൈഡ് കവറുകൾ. ഓക്കെ ഓക്കെ, ഇവിടെ മൊത്തം ഈ സെക്ഷന് മൊത്തം ഇരിക്കുന്ന ഫ്രഷ് പീസുകളാണ് കേട്ടോ എല്ലാം. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം. ഇവിടെ ആയിട്ടും ഈ സെയിം ഇതുപോലെ തന്നെ ഫ്രഷ് പാർട്സുകളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് മൊത്തം ഇരിക്കുന്നത് ഫ്രഷ് പാർട്സുകളാണ്, എല്ലാം നമ്മൾ കവറിലാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. ഇത് കുറേ ഉണ്ട് കാണാനായിട്ട്, നമുക്ക് കാണിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. ബിക്കോസ് എന്താ വെച്ചാൽ അവരുടെ ജോലിയുടെ ഇടക്കാണ് ഞാൻ ചേട്ടനെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് പോവാം, വാ. സത്യം. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളുകളാണ്. ഈ സെക്ഷനിൽ മൊത്തം താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കേബിളുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വേറൊരു സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡോമീറ്ററുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്, സ്പീഡോമീറ്ററുകൾ. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന വിഷ്ണു ചേട്ടനാണ്, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വന്ന് കണ്ടിട്ടാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ മീറ്ററൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തല കുനിഞ്ഞ് നമ്മൾ പോകണം, കാരണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ താഴത്തേക്ക് പോയി, ബിക്കോസ് അവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ആ പുള്ളിനെ കസ്റ്റമർ വിളിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ പാർട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം, നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ വരുന്നത് എറണാകുളം പുല്ലേപ്പടി പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ, ബർക്കത്ത് ഓട്ടോസ്. നമ്പർ താഴെ കൊടുത്തേക്കാം.